ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ ലെറ്റ്സ് സ്ലോ. ഒരു പുണ്യ കർക്കിടകം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന്റെ പ്രധാനം വളരെയധികം ഉണ്ട്. കാരണം ഈ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തിയാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. നമുക്കിനി നാലമ്പല ദർശനത്തിന്റെ പ്രാധാന്യം ഒന്ന് നോക്കാം. രാമന്റെയും സഹോദരങ്ങളുടെയും ക്ഷേത്രങ്ങളെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. നാലമ്പലങ്ങളിൽ പ്രസിദ്ധമായത് തൃശൂർ, എറണാകുളം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന തൃപ്പയാർ ശ്രീരാമക്ഷേത്രം, കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പിന്നെ പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് കേട്ടോ. നാലമ്പല യാത്ര തൃപ്പയാറിലെ രാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പായമൽ ക്ഷേത്രത്തിലാണ് സമാപിക്കുന്നത്. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ ക്രമത്തിലാണ് പതിവായി നമ്മൾ ദർശനം നടത്താറുള്ളത്. നമുക്ക് ഓരോ ക്ഷേത്രങ്ങളെ പറ്റി വിശദമായി നോക്കാം. തൃപ്പയാർ ശ്രീരാമക്ഷേത്രം, ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ദർശനം നടത്തുന്ന ക്ഷേത്രം. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിന്റെ മധ്യത്തിലാണ് തൃപ്പയാർ ക്ഷേത്രം. ദർശന സമയം പുലർച്ചെ 4 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയുമാണ് കേട്ടോ നമുക്ക് തൃപ്പയാർ ദർശനം അനുവദനീയമായിട്ടുള്ളത്. 6 അടി ഉയരമുള്ള ഭഗവാന്റെ ശംഖം, സുദർശന ചക്രം, വടി, മാല എന്നിവ കിഴക്കോട്ട് ദർശനത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മീനൂട്ടും വെടിയുമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട്. അടുത്ത ക്ഷേത്രം കൂടൽമാണിക്യം ഭരതക്ഷേത്രമാണ് കേട്ടോ. ഇരിങ്ങാലക്കുടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമ ഭഗവാന്റെ രണ്ടാമത്തെ സഹോദരനായ ഭരതന്റെ ക്ഷേത്രമാണ് കേട്ടോ. ദർശന സമയം 3 മണി മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയാണ്. താമരമാല, വഴുതുല നിവേദ്യം, വേദീശീലം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. അടുത്ത ക്ഷേത്രമാണ് കേട്ടോ ശ്രീ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് കേട്ടോ ഇത്. ദർശന സമയം 4 മുതൽ 11 വരെയും വൈകുന്നേരം 5 മുതൽ 8 മണി വരെയാണ് കേട്ടോ. ആൾവാർമാർ സ്തുതിച്ച 108 ദിവ്യദേശങ്ങളിൽപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ സ്വാമി ക്ഷേത്രം. നമ്മൾ ഏറ്റവും അവസാനമായി നാലമ്പലങ്ങളിൽ ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് കേട്ടോ പായമൽ ശത്രുഘ്ന ക്ഷേത്രം. തൃപ്പയാറിലെ സമാനമായി ഏറ്റവും ചെറിയ വിഗ്രഹമുള്ള ഏറ്റവും ചെറിയ ക്ഷേത്രമാണിത്. പ്രധാന വഴിപാട് സുദർശൻ സമർപ്പണമാണ് കേട്ടോ. സന്ദർശന സമയം രാവിലെ 5 മുതൽ 10:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയാണ്. കർക്കിടക മാസത്തിൽ പുലർച്ചെ 5 മുതൽ 1:30 വരെയും ഈവനിങ് 4:30 മുതൽ 8 മണി വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് കേട്ടോ. കർക്കിടക മാസത്തിലെ ഓരോ ക്ഷേത്ര ദർശനവും നമുക്ക് പുണ്യം തരുമെന്നാണ് കേട്ടോ വിശ്വാസം. അപ്പോൾ നാലമ്പല ദർശനമോ നമുക്ക് അതിലേറെ ഉത്തമമാണേ. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ ഒരേ ദിവസം ദർശനം നടത്താൻ കഴിയും വിധം സമീപ പ്രദേശങ്ങളിലായിട്ടോ ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദ്വാരക കടലിൽ മുങ്ങിയതോടെ ഈ വിഗ്രഹങ്ങളും കാണാതായെന്നും വളരെ കാലത്തിനു ശേഷം കേരളക്കരയിലെ മറ്റുള്ളവർക്ക് അവ ലഭിച്ചുവെന്നുമാണ് കേട്ടോ ഐതിഹ്യം. സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിലായിട്ടാണ് ഈ കർക്കടക മാസം വരുന്നത്. അപ്പോൾ രാമായണത്തിൻ്റെ വിശുദ്ധിയും സാംസ്കാരികപരമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ളതാണ്ടോ നമ്മുടെ ഈ കർക്കിടക മാസം. ഈ ഒരു മാസം എല്ലാവർക്കും നല്ല പുണ്യ ഒരു മാസമാകട്ടെ എന്നും മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ പറ്റട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പുണ്യമാസമായ കർക്കിടകത്തിലെ ഒരു ദിവസം എന്തായാലും നിങ്ങൾ ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഇത് അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ് കേട്ടോ വിശ്വാസം. ശ്രീരാമദേവന്റെ ജീവിതയാത്രയാണല്ലോ നമ്മുടെ രാമായണം. രാമന്റെ അയനം എന്ന വിവശ, അയനം എന്നാൽ യാത്ര. 7 കാണ്ഡങ്ങളായി 24,000 ശ്ലോകങ്ങളോടുകൂടിയ ആദികവി വാഗ്മി എഴുതിയ ഇതിഹാസമാണ് രാമായണം. അതും നമ്മൾ ഈ രാമായണ മാസത്തിൽ വായിക്കുന്നത് അത്യധികം ഉചിതമാണ്. നമ്മുടെ മനസ്സിന് ഏറ്റവും അധികം കുളിർമേകുന്നതാണ് രാമായണ പാരായണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി.